Dear students, today we are going to study the topic Art and Literature, Science in Medieval Period. Look at the picture. It shows the advancement of medieval world in the field of architecture. It is Romanesque and Gothic style. Emperor Charlemagne formed a new style by combining ancient Roman style with the Byzantine style. This is known as Carolingian style. ഏൻഷ്യൻ റോമൻ ശൈലിയെ ബൈസാന്റിയൻ വാസ്തുശൈലിയുമായി യോജിപ്പിച്ച് പുതിയ ശൈലി ഷാലമിൻ ചക്രവർത്തി രൂപപ്പെടുത്തി. ഇത് കാരോലിഞ്ചിയൻ ശൈലി എന്നറിയപ്പെടുന്നു. ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ആർ ദ ഡോംസ്, ആർക്ക് ഷേപ്ഡ് ഡോർസ്, ഹ്യൂജ് പില്ലേഴ്സ് ആൻഡ് മൊസൈക് ഫ്ലോർ. താഴികക്കുടങ്ങളും കമാനാകൃതിയുള്ള വാതിലുകളും വലിയ തൂണുകളും മൊസൈക് തറകളും ഇതിൻ്റെ സവിശേഷതയാണ്. The Europeans got acquainted with the Islamic culture during the Crusades. കുരിശുയുദ്ധകാലത്ത് യൂറോപ്യൻ ജനത ഇസ്ലാമിക സംസ്കാരവുമായി കൂടുതൽ പരിചയപ്പെട്ടു. The Western style was profoundly influenced the Eastern art and architecture. പൗരസ്ത്യകലയും വാസ്തുശില്പവും വെസ്റ്റേൺ സ്റ്റൈലിൽ സ്വാധീനം ചെലുത്തി. Music. The Western had its beginning in the medieval period. വെസ്റ്റേൺ മ്യൂസിക്കിൻ്റെ ആരംഭം മെഡീവൽ കാലഘട്ടത്തിലാണ്. എലോങ് വിത്ത് ദ ചർച്ച് മ്യൂസിക്, സെക്യുലർ മ്യൂസിക് ഓൾസോ ഡെവലപ്ഡ്. ചർച്ചിലെ സംഗീതത്തോടൊപ്പം മതേതര സംഗീതവും വികസിച്ചു. ഡ്യൂറിംഗ് ദ ഉമേദ് ആൻഡ് അബ്ബാസിഡ് കാലിഫേറ്റ്സ്, അറബിക് മ്യൂസിക് പ്രോഗ്രസ്ഡ് കൺസിഡറബിളി. ഉമേദ് അബ്ബാസിഡ് കാലഘട്ടത്തിൽ അറബിക് സംഗീതം വികാസം പ്രാപിച്ചു. ഇബ്നു മിസ്ജ വാസ് എ ഗ്രേറ്റ് മ്യൂസിഷ്യൻ ഓഫ് ദ ഉമേദ് പീരീഡ്. ഇബ്നു മുഹരിസ് and Ibn Surai was others musicians of that time. The Platonic Academy of Florence and the Quincy-Vingits Hospital of Paris, constructed by French Emperor Louis IX on his return from the Crusades, are examples. കുരിശുയുദ്ധത്തിൽ പങ്കെടുത്ത് തിരിച്ചു വന്ന ശേഷം ഫ്രഞ്ച് ചക്രവർത്തിയായ ലൂയി നയൻത് പണി കഴിപ്പിച്ച പാരീസിലെ ആദ്യത്തെ ആശുപത്രിയാണ് ക്വിൻസെ വിങ്കിറ്റ്സും ഫ്ലോറൻസിലെ പ്ലാറ്റോണിക് Academy. Literature. The major themes of medieval literature was related to religion. അക്കാലത്തെ സാഹിത്യകൃതികളിലെ പ്രധാന പ്രതിപാദ്യം മതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായിരുന്നു. Yet another subject were also treated as themes of writing of this period. എന്നാൽ മറ്റു വിഷയങ്ങളും ഈ കാലഘട്ടത്തിലെ രചനകൾക്ക് ഉപയോഗിച്ചിരുന്നു. Look at the table. It shows some authors and the works of that period. ഒമർ ഖയാം, ദ റുബിയാത്ത്, അൽ ഫിർദൌസി, ഷാനാമ, ഇബ്നു ഖൽദൂൻ, കിതാബ് അൽ ഇബാദ്, തോമസ് അക്വിനാസ്, സുമ ടെക്നോളജി, സെൻറ്റ് അഗസ്റ്റിൻ, സിറ്റി ഓഫ് ഗോഡ്, പീറ്റർ അബിലാഡ്, ഡയലോഗ്, കൽഹണ, രാജതരംഗിണി, ജയദേവൻ, ഗീതാഗോവിന്ദം. പെയിൻറ്റിങ്സ്. Paintings also progressed considerably during the medieval period. medieval കാലഘട്ടത്തിൽ ചിത്രകലയും പുരോഗതി കൈവരിച്ചു. മേജർ തീംസ് ഓഫ് പെയിൻറ്റിങ്സ് വാസ് റിലീജിയൻ. ചിത്രങ്ങളിലെ പ്രധാന പ്രതിപാദ്യം മതവിഷയങ്ങളായിരുന്നു. സാന്റ ട്രിനിറ്റ മെഡോണ ബൈ സെന്നി ഡി പെപ്പോ ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ദ പ്രോഗ്രസ് ഓഫ് പെയിൻറ്റിംഗ് ഡ്യൂറിംഗ് ദിസ് പീരീഡ്. സെന്നി ഡി പെപ്പോ വരച്ച സാന്റ ട്രിനിറ്റ മെഡോണ എന്ന ചിത്രം മിഡീവൽ പീരീഡിൽ ചിത്രകല കൈവരിച്ച വികാസത്തിന് ഉദാഹരണമാണ്. Contributions of science. Many scholars who made notable contribution to the field of science lived during the medieval period. ശാസ്ത്രരംഗത്ത് സംഭാവനകൾ നൽകിയ നിരവധി സയൻറ്റിസ്റ്റ് മിഡീവൽ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നു. Look at the table. Scholars and their contributions. ഇബ്നു സിന or Avicenna, medical scientist, philosopher. Ibn al-Qasim, the father of surgery. Al-Biruni formulated
ദ ബേസിക് ഐഡിയാസ് ഓഫ് ജിയോളജി ആൻഡ് ആന്ത്രോപോളജി. ഭൂഗർഭശാസ്ത്രത്തിൻ്റെയും നരവംശാസ്ത്രത്തിൻ്റെയും അടിസ്ഥാന ആശയങ്ങൾ രൂപപ്പെടുത്തി. മുഹമ്മദ് അൽ റാസി ഗേവ് കോൺട്രിബ്യൂഷൻസ് ടു മെഡിക്കൽ സയൻസ്. വൈദ്യശാസ്ത്രത്തിന് സംഭാവനകൾ നൽകി. റോജർ ബേക്കൺ paved the way for the invention of automobiles and aircrafts. യന്ത്രനിർമ്മിത വാഹനങ്ങളുടെയും എയർക്രാഫ്റ്റ്സിൻ്റെയും കണ്ടുപിടുത്തത്തിന് തുടക്കം കുറിച്ചു. ഭാസ്കര സെക്കൻഡ് ഗേവ് നോട്ടബിൾ കോൺട്രിബ്യൂഷൻസ് ടു ആസ്ട്രോണമി. ആസ്ട്രോണമിക്ക് ശ്രദ്ധേയമായ സംഭാവനകൾ നൽകി. കോൺട്രിബ്യൂഷൻസ് ഓഫ് അറബ് ടു ദ മിഡീവൽ സയൻസ്. ദ അറബിക് ന്യൂമറൽസ് ആൻഡ് സീറോ ഫ്രം ഇന്ത്യ വേർ പോപ്പുലറൈസ്ഡ് ഇൻ യൂറോപ്പ്. അറബി അക്കങ്ങളും പൂജ്യവും ഇന്ത്യയിൽ നിന്ന് യൂറോപ്പിൽ പ്രചരിപ്പിച്ചു. കെമിസ്ട്രി വാസ് ഡെവലപ്ഡ് ആസ് എ സയൻസ്. കെമിസ്ട്രിയെ ഒരു ശാസ്ത്രം എന്ന നിലയിൽ വികസിപ്പിച്ചു. ദ അറബ്സ് വേർ ദ ഇൻവെൻറ്റേഴ്സ് ഓഫ് സബ്ജക്ട് ലൈക്ക് അൽജീബ്ര ആൻഡ് ഓപ്റ്റിക്സ്. അൽജീബ്രയുടെയും പ്രകാശശാസ്ത്രത്തിൻ്റെയും ഉപജ്ഞാതാക്കൾ അറബികളാണ്. ദ ക്രുസേഡ്സ് ഫെസിലിറ്റേറ്റഡ് ദ എക്സ്ചേഞ്ച് ഓഫ് സയൻറ്റിഫിക് ആൻഡ് ടെക്നോളജിക്കൽ നോളജ്. കുരിശുദ്ധങ്ങൾ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ വിജ്ഞാനത്തിൻ്റെ കൈമാറ്റത്തിന് കാരണമായി. ദ യൂറോപ്യൻസ് ഗോട്ട് അക്വൈൻറ്റഡ് വിത്ത് ടെക്നോളജിക്കൽ നോ ഹൗ ത്രൂ ദർ അറബ് കോണ്ടാക്ട്. അറബികളുമായുള്ള ബന്ധത്തിലൂടെ യൂറോപ്യൻ ജനത സാങ്കേതിക ജ്ഞാനത്തിൽ പരിചയിച്ചു. ദ ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ടെലസ്കോപ്പ്, സ്ട്രീറ്റ് ലൈറ്റ്സ് ഓഫ് ദ സിറ്റീസ് ആൻഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് പ്രോഗ്രാംസ്, മെക്കാനിക്കൽ ക്ലോക്സ്, principle of gear, surgical instruments, algebra, alchemy, trigonometry. Contributions of medieval China. Medieval China also made great progress in science and technology. മെഡീവൽ കാലത്ത് ചൈനയും ശാസ്ത്ര സാങ്കേതിക രംഗത്ത് പുരോഗതി കൈവരിച്ചിരുന്നു. ഗൺ പൗഡർ, സീസ്മോഗ്രാഫ്, മറൈനേഴ്സ് കോമ്പസ്, പ്രിന്റിംഗ് ആൻഡ് ആസ്ട്രോലാബ് used by astronomers and navigators are the contributions of China. പിടിമരുന്ന്, സീസ്മോഗ്രാഫ്, വടക്കുനോക്കി യന്ത്രം, അച്ചടി, ആസ്ട്രോണമേഴ്സും നാവികരും ഉപയോഗിക്കുന്ന ആസ്ട്രോലാബ് എന്നിവയെല്ലാം മിഡീവൽ ചൈനയുടെ സംഭാവനകളാണ്.